ഫ്രണ്ട്സേ, ധന്യാണേ. ഞാനിപ്പോഴേ നമ്മുടെ ഉണ്ണിയപ്പത്തിന് മാവരയ്ക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നാളെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ലൈവായിട്ടാണ് നമ്മുടെ കടയിൽ ഉണ്ണിയപ്പം കൊടുക്കുന്നത്. ചൂടും പാലക്കാടൻ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കടയെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ഊണും ഉണ്ട് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരികയാണ്. എന്തായാലും നമ്മൾ ഓരോരുത്തർ വിചാരിച്ച ജീവിതം നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. ദൈവം എന്താണോ നമുക്ക് വിധിച്ചിരിക്കുന്നത് ആ വിധിയിലൂടെ നമ്മൾ ജീവിച്ചു പോകുക എന്നതാണ് നമ്മളുടെ വിധി എന്ന് പറയുന്നത്. എന്തായാലും മുന്നോട്ടുള്ള ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണേ. എൻ്റെ ജീവിതമാർഗമായ എൻ്റെ ഉണ്ണിയപ്പക്കടയുടെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഈ വർഷമാണ് എൻ്റെ ഈ കടയെ ഒന്ന് വൃത്തിയാക്കിയത്. പക്ഷേ ആ ഒരു മഴയിൽ നമ്മൾ കെട്ടിയത് കൊണ്ട് വീണ്ടും ചതല് പിടിക്കുകയും അതുപോലെ തന്നെ സൈഡെല്ലാം പോവുകയും ചെയ്തു. ഇനി ഈ കച്ചവടം, ഉണ്ണിയപ്പ കച്ചവടം, അല്ലെങ്കിൽ എനിക്കൊരു വരുമാനം കിട്ടണമെങ്കിൽ ഈ ഒരു കട വൃത്തിയാക്കുക തന്നെ വേണം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. നിങ്ങളെല്ലാവരും ഉണ്ണിയപ്പം വാങ്ങിച്ച് എന്നെ സഹായിച്ചാൽ മതി. അപ്പോൾ എനിക്ക് കടങ്ങളും വീടും എൻ്റെ ഈ കട നേരാക്കാനും എനിക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഉണ്ണിയപ്പം വാങ്ങിച്ച് ഒരു ചലഞ്ചായിട്ട് തന്നെ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ണിയപ്പം വാങ്ങിച്ച് എൻ്റെ ഈ കടയൊന്ന് ശരിയാക്കാനും എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് വീടാനുമായിട്ട് നിങ്ങൾ സഹായിക്കണം. ഉണ്ണിയപ്പം വാങ്ങിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു.